1988 മുതൽ ഉള്ള കാലഘട്ടം വളരെ സംഭവബഹുലമായിരുന്നു. 1989 കേരള റൈറ്റേഴ്സ് ഫോറം തുടങ്ങി. റൈറ്റേഴ്സ് ഫോറത്തിലെ ചർച്ചകൾ എന്നെ വളരെയധികം സ്വാധീനിച്ചു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൽഹിയിലെ സാഹിത്യ സഖ്യത്തിൻ്റെ ഒരു തുടർച്ച പോലെ തന്നെയാണ് റൈറ്റേഴ്സ് ഫോറം. റൈറ്റേഴ്സ് ഫോറം ചർച്ചകൾ എനിക്ക് തോന്നിയത് ഒരു ഡിഫറൻസ് മാത്രം ഉണ്ടായിരുന്നത്, സാഹിത്യ സഖ്യ ചർച്ചയിൽ ഞാനൊരു കേൾവിക്കാരനായിരുന്നു. ഇവിടെ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് വരേണ്ടതായിട്ട് വന്നു. അമേരിക്കയിലെ ആദ്യത്തെ സാഹിത്യ ചർച്ചാ വേദിയായിരുന്നു കേരള റൈറ്റേഴ്സ് ഫോറം. ഇതിൻ്റെ ഉണ്ടായിരുന്നത് മാത്യു നെല്ലിക്കുന്ന്, ആർ സുഗുണൻ, ഈശോ ജേക്കബ്, ഡോക്ടർ സണ്ണി ഇടുമറ്റൂര്, മാത്യു മത്തായി, ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ആരുടെയും പേര് വിട്ടുപോകുന്നില്ല. ഇത്രയും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അവിടെ മുതലാണ് എഴുത്ത് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. 1992 ഫൊക്കാനയുടെ ഒരു സമ്മേളനം വാഷിംഗ്ടൺ DC-യിൽ നടന്നു. അതിൽ പങ്കെടുത്തു. അപ്പോൾ തോന്നിയ ഒരു ആശയമാണ്, എഴുത്തുകാർക്ക് വേണ്ടി എന്തുകൊണ്ട് ഒരു നാഷണൽ സംഘടന രൂപീകരിച്ചുകൂടാ. അന്നത്തെ മലയാളം പത്രത്തിൽ കൂടി ധാരാളം ചർച്ചകൾ നടന്നു. അതിൽ പങ്കെടുത്തവർ ഡാളസിൽ നിന്നുള്ള ജോസഫ് നമ്പിമഠം, അതുപോലെ തന്നെ ന്യൂയോർക്കിൽ നിന്നുണ്ടായിരുന്ന ഫാദർ ഇസഡം മുഴൂര്, ഇവരെല്ലാം തന്നെ ആ ചർച്ചയിൽ പങ്കെടുത്തു. അങ്ങനെ 1996 ഡാളസിൽ ഒരു ഇൻഫോർമൽ സംഘടന രൂപീകരിച്ചു. അതാണ് ഇന്നത്തെ ലാന, ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക. ഈ പറഞ്ഞ സംഘടനകളുടെ എല്ലാം തുടക്കം മുതൽ തന്നെ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യം തന്നെ ഞാൻ കരുതുന്നു. അത് എനിക്ക് ധാരാളം കൃതികൾ എഴുതാനും മറ്റും സഹായിച്ചു. ആദ്യമായിട്ട് 1992 തോന്നുന്നു എൻ്റെ ഒരു കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചു, നിറം പിടിപ്പിച്ച ലോകം. പിന്നീട് മറ്റൊരു കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചു, ഉടുപ്പുകളുടെ ഘോഷയാത്ര. പിന്നീട് കുടിയേറ്റം മുതൽ മടക്കയാത്ര വരെ എന്നൊരു സമാഹാരം, ആനയും അന്തർകുത്തും എന്നുള്ള അടുത്ത സമാഹാരം. ഈ കാലഘട്ടത്തിൽ മുഴുവൻ തന്നെ ധാരാളം എഴുതിക്കൊണ്ടിരുന്നു. മലയാളം പത്രത്തിൽ തുടർച്ചയായി കഥകൾ എഴുതിക്കൊണ്ടിരുന്നു. മറ്റ് ചെറിയ പല പത്രങ്ങളിലും ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. അത് ഏതാണ്ട് 10-20 വർഷം തുടർന്നു. അതിനുശേഷം ഇപ്പോഴത്തെ ഈ മലയാളിയിലും എഴുതി. ഈ സന്ദർഭത്തിലാണ് ഭൂമിക്ക് മേലിട്ട് മുദ്ര എന്ന നോവല്, ഏതാണ്ട് 300ഓളം പേജ് ഉള്ള ബൃഹത്തായ ഒരു നോവല് എഴുതി തീർത്തത്. മല്ലപ്പള്ളിയിലെ ജീവിതം മുതൽ സാമൂഹിക ജീവിതം മുതൽ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എല്ലാം ഉൾക്കൊണ്ട് അമേരിക്കയിലേക്ക് ഒരാൾ കുടിയേറുന്ന സ്റ്റോറി. ഇതിൽ ഡിട്രോയിറ്റിലെ ചരിത്രം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പകർത്താൻ കഴിഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ മലയാളികളുടെ വിവിധ നഗരങ്ങളിലെ ജീവിതവും അതിൽ പകർത്താൻ കഴിഞ്ഞു. അതുമാത്രമല്ല,
ഏതാണ്ട് 400 വർഷം മുമ്പ് പോർച്ചുഗലിൽ നിന്നും കേരളത്തിലേക്കുണ്ടായ കുടിയേറ്റം, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ സമാന്തരമായി ബ്രസീലിലേക്ക് നടന്ന കുടിയേറ്റം, ഈ കഥകളെല്ലാം തന്നെയും അവസാനം ഒരുമിച്ച് ചേർക്കാനും കഴിഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ സമൂഹവും ബ്രസീലിയൻ സമൂഹവും തമ്മിലുള്ള ഒരു ബന്ധവും എഴുതാൻ കഴിഞ്ഞു. അതിനുശേഷം എഴുതിയൊരു ചെറിയ നോവലാണ് അപ്പപ്പ യു. ഗ്രാൻഡ് ഫാദേഴ്സ് യൂണിവേഴ്സിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു 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 ചെറുപ്പക്കാരൻ കേരളം കാണാൻ പോകുന്നതിൻ്റെ ചില അനുഭവങ്ങളാണ് അതിൽ. അത് NBS വളരെ കാര്യമായി അത് പബ്ലിഷ് ചെയ്തു. 2 or 3 എഡിഷൻ വന്നതാണ് എൻ്റെ അറിവ്. അത് ബാലസാഹിത്യ കൃതിയെ വായിക്കാനുള്ള കൃതിയിലേക്ക് അവർ തിരഞ്ഞെടുത്തു. ഇതിനിടയ്ക്ക് തന്നെ NBS തിരഞ്ഞെടുത്ത കഥകൾ പ്രസിദ്ധീകരിച്ചു. ഏതാണ്ട് 10-60 കഥകളുടെ ഒരു സമാഹാരം പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ 2 എഡിഷൻ ഉണ്ടായി. പിന്നീട് മറ്റ് കഥകളുടെ ധാരാളം പല എഡിഷൻസും ഉണ്ടായി. വൈരുദ്ധ്യാത്മ വിപ്ലവം, ന്യായവിധി, ലേഖനങ്ങളുടെ ചില സമാഹാരങ്ങളുണ്ടായി. അതിനുശേഷം അവസാനമായി എഴുതിയ പ്രസിദ്ധീകരിക്കാത്ത ഒരു നോവലാണ് യുഗങ്ങൾ അവസാനിക്കുന്നില്ല. അതിൻ്റെ ഡ്രാഫ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇത് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ 400-ലധികം പേജ് ഉണ്ടായിരിക്കും. 4 ഭാഗങ്ങളായിട്ടാണ് അത് പ്രസിദ്ധീകരിക്കാൻ. 4 ഭാഗങ്ങളുള്ള ഒരു വലിയ നോവലായിരിക്കും. ആദ്യത്തെ ഭാഗം ഡൽഹി, 2ാമത്തെ ഭാഗം മണിമലയാറ്, 3ാമത്തെ ഭാഗം കരടിത്തോട്, 4ാമത്തെ ഭാഗം ഉടമ്പടി. ആദ്യത്തെ നോവലായ ഭൂമിക്ക് മുമ്പിലിൻ്റെ മുദ്രയിൽ ഡിട്രോയിറ്റിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ യുഗങ്ങൾ അവസാനിക്കുന്നില്ല നോവലിൽ ഡൽഹിക്കും മല്ലപ്പള്ളി അല്ലെങ്കിൽ മണിമലയാറിനും ഹ്യൂസ്റ്റനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ജീവിച്ച ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഞാൻ ജീവിച്ച 4 സ്ഥലങ്ങളെ ഈ 2 കൃതികൾ കൂടി കവർ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഏതാണ്ട് 200 ചില്ലുവാനും ലേഖനങ്ങളുടെ ഒരു സമാഹാരവും പ്രസിദ്ധീകരിക്കണമെന്നുണ്ട്. അത് കാലവും കാതവും എന്ന ആ കൃതിയും എഡിറ്റിംഗ് സ്റ്റേജിലാണ്. അത് ഏതാണ്ട് 2005 മുതൽ ആഴ്ചവട്ടം പത്രത്തിലും ഈ മലയാളിയിലും ഹ്യൂസ്റ്റണിലെ മലയാളി അല്ലെങ്കിൽ പ്രവാസി പത്രങ്ങളിലും എഴുതിയ ലേഖനങ്ങളുടെ ഒരു കളക്ഷനായിരിക്കും. ഇത്ര മാത്രമാണ് സാഹിത്യ ജീവിതത്തെപ്പറ്റി എനിക്കിവിടെ പറയാനുള്ളത്. ഒരുമാതിരിപ്പെട്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ.